അനാവശ്യമായ ഷോട്ട് സെലക്ഷനുകളില്ല. സ്കൂപ്പും അനാവശ്യ സ്ലോഗിങ്ങും കളിച്ചു വിക്കറ്റ് കളയുന്ന ശീലമില്ല. ക്രീസിൽ നിന്നാൽ കൃത്യമായ ക്രിക്കറ്റിംഗ് ഷോട്ടുകൾ. ലക്ഷ്യം ഒന്നു മാത്രം, മത്സരം ഫിനിഷ് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ സർവകാല ഗ്രാൻഡ് മാസ്റ്റർ സാക്ഷാൽ സുനിൽ ഗവാസ്കർ സഞ്ജു സാംസണെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സഞ്ജുവിനെ നിരന്തരം വിമർശിക്കുന്നവർക്കും അദ്ദേഹത്തെ അസ്ഥിരതയുള്ള കളിക്കാരൻ എന്ന് ലേബൽ ചെയ്യാൻ നോക്കുന്നവർക്കുമുള്ള കരണത്തടിയാണ് ഈ വാക്കുകൾ. ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ തുടങ്ങിയ വൻ പ്രഷർ മത്സരങ്ങളിൽ സഞ്ജു കാണിക്കുന്ന ആ മാസ് മെന്റൽ ടഫ്നെസ്സിന് പിന്നിലെ രഹസ്യം എന്താണ്? അനാവശ്യമായ ഷോട്ടുകൾക്ക് പോകാതെ കാണികളെയും ഇതിഹാസങ്ങളെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന സഞ്ജുവിന്റെ ആ ക്ലാസിക് ഗെയിം പ്ലാനിനെ കുറിച്ച് ഗവാസ്കർ എന്താണ് വെളിപ്പെടുത്തിയത്? ആവേശകരമായ ആ അപഗ്രഥനത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഒരു സാധാരണ കളിക്കാരനും ഒരു വലിയ കളിക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ലീഗ് ഘട്ടങ്ങളിലെ റൺസുകളല്ല, മറിച്ച് ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ തുടങ്ങിയ നോക്കൌട്ട് മത്സരങ്ങളിൽ കാണിക്കുന്ന അതിമാനുഷികമായ മാനസിക കരുത്താണ്. ഗവാസ്കർ എടുത്തു പറഞ്ഞതും ഇതേ കാര്യമാണ്. നോക്കൌട്ട് മത്സരങ്ങളുടെ പ്രഷർ താങ്ങാൻ എല്ലാവർക്കും കഴിയില്ല. അവിടെ വിക്കറ്റ് വീഴുമ്പോൾ, റൺ റേറ്റ് കൂടുമ്പോൾ പല വലിയ കളിക്കാരും അനാവശ്യ ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് വലിച്ചെറിയാറുണ്ട്. എന്നാൽ സഞ്ജു അവിടെ വേറിട്ടു നിൽക്കുന്നു. സഞ്ജു സാംസണിന്റെ കഴിവുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായ ബോധ്യമുണ്ട്. എന്നാൽ വലിയ മത്സരങ്ങളിലെ പീക്ക് പ്രഷറിൽ ശാന്തനായി നിലയുറപ്പിച്ച് കളിക്കാൻ സഞ്ജു കാണിക്കുന്ന ആ മാനസിക ശക്തിയാണ് അദ്ദേഹത്തെ ലോകോത്തര കളിക്കാരനാക്കുന്നത്. ടീം പ്രതിസന്ധിയിലാകുമ്പോൾ ബാറ്റ് കൊണ്ട് മറുപടി നൽകാൻ സഞ്ജുവിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ നിലവിൽ ഇന്ത്യക്കില്ലെന്ന് ഗവാസ്കർ അടിവരയിട്ട് പറയുന്നു. ആധുനിക 2020 ക്രിക്കറ്റിൽ കളി ജയിക്കാൻ റിവേഴ്സ് സ്വീപ്പും സ്കൂപ്പും റാം ഷോട്ടുകളും കളിച്ചേ മതിയാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നാൽ സഞ്ജു ആ ചിന്താഗതിയെ തച്ചുടയ്ക്കുകയാണ്. ഗവാസ്കറുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരിക്കലും സഞ്ജു അനാവശ്യമായി സ്കൂപ്പ് ചെയ്യാനോ സ്ലോഗ് ചെയ്യാനോ ശ്രമിക്കാറില്ല. കൃത്യമായ ക്രിക്കറ്റിംഗ് ഷോട്ടുകളാണ് കളിക്കാറുള്ളത്. എത്ര വലിയ ബൗളർ ആയാലും ക്രിക്കറ്റിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള പരമ്പരാഗത ഷോട്ടുകൾ കൊണ്ട് ഗാലറിയിലേക്ക് പന്തെത്തിക്കാൻ സഞ്ജുവിന് സാധിക്കും. പന്തിന്റെ മെരിറ്റ് നോക്കി ക്രീസിനുള്ളിൽ കൃത്യമായി പൊസിഷൻ ചെയ്ത് ആയാസരഹിതമായി സിക്സറുകൾ പറത്തുന്ന ആ ശൈലി തന്നെയാണ് സഞ്ജുവിന്റെ കരുത്ത്. അനാവശ്യമായി ബോളിന്റെ ഗതിമാറ്റി വിടാനോ ആകാശത്തേക്ക് അടിച്ചു കളയാനോ സഞ്ജു മുതിരാറില്ല. വിരാട് കോഹ്ലിയെ പോലെ, രോഹിത് ശർമ്മയെ പോലെ ശുദ്ധമായ ക്രിക്കറ്റിംഗ് ഷോട്ടുകൾ കൊണ്ട് മത്സരം തങ്ങളുടെ കസ്റ്റഡിയിലാക്കുന്ന ആ സവിശേഷതയാണ് ഗവാസ്കറെ പോലെ ഒരു ഇതിഹാസത്തെ സഞ്ജുവിന്റെ ആരാധകനാക്കി മാറ്റിയത്. മത്സരം ഫിനിഷ് ചെയ്യുക എന്നതാണ് അവന്റെ ലക്ഷ്യം. ഈ ഒരൊറ്റ വാചകത്തിലുണ്ട് സഞ്ജു എന്ന ക്രിക്കറ്ററുടെ ആകെത്തുക. വെറുതെ കുറച്ച് റൺസ് അടിച്ച് വ്യക്തിഗത റെക്കോർഡുകൾ ഉണ്ടാക്കാൻ സഞ്ജു കളിക്കാറില്ല. അല്ലെങ്കിൽ 50 റൺസോ സെഞ്ചുറിയോ തികച്ചാൽ തൃപ്തനായി മടങ്ങുന്ന സ്വഭാവവും സഞ്ജുവിനില്ല. താൻ ക്രീസിലുണ്ടെങ്കിൽ ടീമിനെ വിജയരേഖ കടത്തിയിട്ടേ മടങ്ങൂ എന്ന അടിയുറച്ച ലക്ഷ്യമാണ് സഞ്ജുവിനെ ഡ്രൈവ് ചെയ്യുന്നത്. ടീമിന്റെ ആവശ്യാനുസരണം ഏത് ബാറ്റിംഗ് പൊസിഷനിലും ഇറങ്ങാൻ സഞ്ജു തയ്യാറാണ്. ഓപ്പണറായി ഇറങ്ങി പവർ പ്ലേ പ്രയോജനപ്പെടുത്താനും മിഡിൽ ഓർഡറിൽ കളി നിയന്ത്രിക്കാനും അവസാന ഓവറുകളിൽ ഫിനിഷറുടെ റോൾ ഭംഗിയായി ചെയ്യാനും സഞ്ജുവിന് കഴിയും. ഇത്തരം പ്രകടനങ്ങളാണ് സഞ്ജു എത്രത്തോളം മികച്ച താരമാണെന്ന് തെളിയിക്കുന്നതെന്നും സഞ്ജുവിനെ പോലൊരു കളിക്കാരൻ ഇന്ത്യൻ ടീമിന്റെ എല്ലാ ഫോർമാറ്റിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെന്നും ഗവാസ്കർ വ്യക്തമാക്കുന്നു. സഞ്ജുവിനെ സ്ഥിരതയില്ല എന്ന് പറഞ്ഞ് തഴയാൻ ശ്രമിച്ച സകല സെലക്ടർമാരുടെയും വായടപ്പിക്കുന്നതാണ് സുനിൽ ഗവാസ്കറുടെ ഈ നിരീക്ഷണം. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ടെക്നിക്കൽ അനലിസ്റ്റുകളിൽ ഒരാളായ ഗവാസ്കർ സഞ്ജുവിന്റെ ക്രിക്കറ്റിംഗ് ഐക്യുവിനെ വാനോളം പുകഴ്ത്തുമ്പോൾ ഇനിയെങ്കിലും BCCI സഞ്ജുവിന് അർഹിക്കുന്ന ആദരവ് നൽകേണ്ടതുണ്ട്. വിമർശകർക്ക് മുന്നിൽ വാക്കുതർക്കത്തിന് പോകാതെ ബാറ്റ് കൊണ്ട് മാത്രം മറുപടി നൽകുന്ന സഞ്ജു സാംസൺ എന്ന ഈ ഗ്രേറ്റ് പ്ലെയർ തന്നെയാണ് വരും നാളുകളിലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വെളിച്ചം. കൂട്ടുകാരെ, സഞ്ജു സാംസണെ കുറിച്ച് സുനിൽ ഗവാസ്കർ പറഞ്ഞ ഈ വാക്കുകളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലിയെക്കുറിച്ചും ആ മെന്റൽ ടഫ്നെസ്സിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. സഞ്ജു സാംസൺ എന്ന നമ്മുടെ സ്വന്തം മലയാളി ഹീറോയെ സ്നേഹിക്കുന്ന എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള മാസ് അപഗ്രഥനങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി നമ്മുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.